ഹലോ സുഹൃത്തുക്കളെ, ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി പാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാനിപ്പോഴുള്ളത് ഓസ്ട്രേലിയയിലെ സൗത്ത് ഓസ്ട്രേലിയയുടെ തീരദേശ നഗരമായ അഡിലെയ്ഡിൽ നിന്നും ഏതാണ്ട് 50 കിലോമീറ്റർ അകലെയുള്ള ഗ്വാളർ എന്ന സ്ഥലത്താണ്. ഗ്വാളറിൽ സ്ഥിതി ചെയ്യുന്ന പയനീർ പാർക്ക് എന്ന് പറയുന്ന പാർക്കിലാണ് ഞാനിപ്പോഴുള്ളത്. ഈ കാഴ്ചകളിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഇവിടെ എവിടെയും പാർക്കുകളിലും വഴിയോരങ്ങളിലൊക്കെ കാണാവുന്നൊരു സാധാരണ കാഴ്ചയാണ്. അതിമനോഹരമായ പുൽത്തകിടി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന, നല്ല സുന്ദരമായി പരിപാലിക്കപ്പെടുന്ന അതിമനോഹരമായ പുൽത്തകിടികൾ എല്ലാ പാർക്കിൻ്റെയും പ്രത്യേകതയാണ്. ഏറെ നന്നായി പരിപാലിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത്. ഇവിടെ നിരവധി ആളുകൾ വന്ന് സല്ലപിക്കുകയും സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കൂടുതലായും വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ആൾക്കാർ വരുന്നത്. ഇപ്പോൾ ആൾക്കാർ ഒന്നും തന്നെ ഇവിടെ കാണാത്തതിന് കാരണം അതാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് ഉച്ചയോടെടുക്കുന്ന സമയമാണ്. ഇവിടെ വന്നിരുന്ന് സമയം ചെലവഴിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും പറ്റിയ എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചാര് ബെഞ്ചുകളുണ്ട്, ഇരിപ്പിടങ്ങളുണ്ട്, എൻ്റർടൈൻമെൻറ്റിന് ഉള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായി പരിപാലിക്കപ്പെടുന്ന പുഷ്പങ്ങളുണ്ട്, ബൊഗെയിൻവില്ല ഉണ്ട്, മരങ്ങൾ, അങ്ങനെ എന്തുകൊണ്ടും വളരെ നയനമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നൊരു പാർക്കാണ് ഇത്. ഇവിടെ കാണപ്പെടുന്ന ചില പ്രത്യേക കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. ഇത് ഒരു പീരങ്കയുടെ മാതൃകയാണ്. ഈ യുദ്ധകാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ സർവ്വസാധാരണമായി ഓസ്ട്രേലിയൻ പട്ടാളം ബ്രിട്ടീഷ് പട്ടാളം ഉപയോഗിച്ചിരുന്ന ഒരു പീരങ്കിയുടെ മാതൃകയാണിത്. അതിന് സമാനമായ തരത്തിൽ നിർമ്മിച്ച് വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ഒരു പീരങ്കിയുടെ മാതൃകയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഇവിടെ സന്ദർശിക്കുന്നവർക്ക് ഒരു പ്രത്യേക കാഴ്ചയാണ്, പ്രത്യേക അറിവാണ്. ഇത് ചിത്രങ്ങൾ മാത്രം കണ്ടിട്ടുള്ള ഇത്തരം കാഴ്ചകൾ ഉൾപ്പെടെ അങ്ങനെ പല വസ്തുക്കളും നമുക്ക് നേരിട്ട് കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതും ഈ പാർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു യുദ്ധ സ്മാരകമാണ്. വിവിധ പാർക്കുകളിലെല്ലാം ഇവിടെ സാധാരണയായിട്ട് കാണാവുന്നൊരു കാഴ്ചയാണ്. ഒരു യുദ്ധ സ്മാരകം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഇവിടെയുള്ള പല നഗരങ്ങളിലുമുള്ള പാർക്കുകളുടെ ഒരു പ്രത്യേകതയാണ്. യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ ജവാന്മാരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു മൃതമായ കൈപ്പത്തിയാണ് നമ്മളിവിടെ കാണുന്നത്. യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ ഏതോ ഒരു പട്ടാളക്കാരൻ്റെ കരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു സൂചകമായൊരു സ്മാരകമായി എനിക്ക് ഇത് കാണാൻ കഴിയുന്നു. ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാഴ്ചകൾ നമ്മൾ കണ്ടു തുടരുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് പയനീർ പാർക്ക് വാർ മെമ്മോറിയൽ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു രേഖാചിത്രമാണ് ഇവിടെ കാണുന്നത്. യുദ്ധസ്മാരകം എന്ന രീതിയിൽ പരിപാലിക്കപ്പെടുന്ന പ്രശസ്തമായ ഒരു പാർക്കാണ് പയനീർ പാർക്ക് വാർ മെമ്മോറിയൽ ഗ്വാളർ എന്ന് പറയുന്ന ഈ പാർക്ക്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ടൗൺ ഓഫ് ഗ്വാളർ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രവർത്തിക്കുന്നതായ ലയൺസ് ക്ലബിൻ്റെ സ്പോൺസർഷിപ്പിലുള്ള ഒരു വിശ്രമ കേന്ദ്രമാണ്. അതും ഈ പാർക്കിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. അത്തരത്തിൽ വളരെ ആകർഷകമായി ഉള്ള പല നിർമ്മിതികളും ഈ പാർക്കിനുള്ളിലുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇത് വ്യത്യസ്തമായ ഓരോ യുദ്ധങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിൽ മരണപ്പെട്ടു പോയ പട്ടാളക്കാരുടെ, ജവാന്മാരുടെ പേരുവിവരങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ മതിലിന് മറുവശത്തും ഇതുപോലെ തന്നെ പട്ടാളക്കാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മതിലിൻ്റെ ഈ ഭാഗത്തും ഇത്തരത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ ജവാന്മാരുടെ പേരുകളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് എന്താണ് എന്നുള്ളത് പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ലിഖിതങ്ങൾ നമുക്ക് ഇവിടെ പതിച്ചിരിക്കുന്ന അക്ഷരക്കൂട്ടങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ പാർക്ക് ആകമാനമൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാകും. വളരെ വൃത്തിയോടും ചിട്ടയോടും സംരക്ഷിക്കപ്പെടുകയും പരിചരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പാർക്ക് സംവിധാനമാണ് ഇവിടെയുള്ളത്. ഇത് ഏറെ വൃത്തിയായി സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏറെ ആളുകൾ വന്ന് അവരുടെ സായാഹ്നങ്ങൾ ഉല്ലാസപൂർവ്വം ചെലവഴിക്കുകയും എന്നാൽ അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ അവരുടെ പ്രിയപ്പെട്ട രാജ്യ സുരക്ഷാ സേനയിലുള്ള അംഗങ്ങളെ ഓർമ്മിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഈ രാഷ്ട്രം
വളരെ ആദരപൂർവ്വം സംരക്ഷിക്കുന്ന, സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ഒരു പാർക്കാണ് ഇത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.